കോവിഡിന്റെ വാക്സിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതാ ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നു, കോവിഷീൽഡ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന കോവിഡിന്റെ വാക്സിനായ കോവിഷീൽഡ് വാക്സിൻ എടുക്കുന്നവർക്ക് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന്. നമസ്കാരം, ഞാൻ സുൽ പ്രഭാകരൻ. ഹെൽത്ത് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്ററിൻ്റെ ഒരു പ്രസ്താവനയുണ്ടായി. അതിൽ പറയുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന കോവിഷീൽഡ്, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കോവിഷീൽഡ് എന്ന വാക്സിൻ, ഇത് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാൻ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ വാക്സിൻ എടുത്തതിന് ശേഷം ഉണ്ടാകുന്ന അഡ്വേഴ്സ് എഫക്റ്റിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാൻ സാധ്യത എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് പറയുന്നത്. അതായത് 0.61 ആളുകളിൽ മാത്രമേ ഇത് വരാൻ സാധ്യത ഉള്ളൂ എന്നാണ് ഇത് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്. അതായത് കോവിഷീൽഡ് വാക്സിൻ എടുത്ത് അടുത്ത 20 ദിവസങ്ങൾക്കകത്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത്. ഈ ലക്ഷണങ്ങൾ, ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാനുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് ഇതാണ്. വളരെ കുറച്ച് ആൾക്കാരിലേ ഇത് ഉണ്ടാകുകയുള്ളൂ. എന്നിരുന്നാലും ലക്ഷണങ്ങൾ വളരെ പ്രധാനമാണ് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. കാര്യം ഏത് തരം ആൾക്കാരിലാണ് ഇത് ഉണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമില്ല. കണക്കുകൾ പറയുന്നത് ഇങ്ങനെയാണ്: ഏകദേശം 498 സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളിൽ 26 കേസുകൾക്ക് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. എന്തു തന്നെ ആയിരുന്നാലും ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഏത് തരം ആൾക്കാരിൽ ഇത് ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. പകരം ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കുക, ആ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ ഓർക്കുക, വാക്സിൻ എടുത്ത് അടുത്ത 20 ദിവസത്തിനകത്തായിരിക്കും ഈ ലക്ഷണങ്ങൾ വരുന്നത്. ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിലേക്ക് നമുക്ക് കിടക്കാം. അതിൽ ഏറ്റവും പ്രധാനമായി പറയപ്പെടുന്നത് ബ്രെത്ത്ലെസ്നെസ്, അതായത് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ശ്വാസം മുട്ടലുണ്ടാകും. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ലക്ഷണം. രണ്ടാമത് നെഞ്ചുവേദന, പെയിൻ ഇൻ ചെസ്റ്റ്, നെഞ്ചിനകത്ത് ഭയങ്കരമായിട്ട് വേദന തോന്നും. മൂന്നാമത്തത് പെയിൻ ഇൻ ലിംസ് ഓർ പ്രസ്സിങ് ലിംസ് ഓർ സ്വെല്ലിങ് ഇൻ ലിംസ്, അതായത് കൈകളിലോ കാലുകളിലോ വേദന അനുഭവപ്പെടുക. കൈകളിലോ കാലുകളിലോ എവിടെയെങ്കിലും തൊടുമ്പോൾ, ഞെക്കുമ്പോൾ വേദന അനുഭവപ്പെടുക. അതുപോലെ തന്നെ നീരും അനുഭവപ്പെടാം. ഇത് കൈകളിലും കാലുകളിലും ഇത് വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അടുത്തത്, നമ്മൾ വാക്സിൻ എടുത്ത സ്ഥലത്ത് ഒരു ചെറിയ രക്തം പൊടിഞ്ഞതുപോലെ നമുക്ക് കാണപ്പെടും. പക്ഷേ ആ ഭാഗത്തല്ലാതെ, ഇഞ്ചക്ഷൻ എടുത്ത വാക്സിൻ എടുത്ത ഭാഗത്തല്ലാതെ ശരീരത്തിൻ്റെ മറ്റെവിടെയെങ്കിലും ചെറിയ രക്തം പൊടിഞ്ഞ് നിൽക്കുന്നത് പോലെ കാണുക. അതല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇടികൊണ്ട് ചതഞ്ഞതുപോലെ കാണുക. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടിരുന്നാലും ഇതിൻ്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. പല സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും കുറേ സ്ഥലത്ത് ബ്ലഡ് സ്പോട്ടുകൾ വരുന്നതായി കാണപ്പെടുക. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നിർത്താതെ ഉള്ള വയറുവേദന, നല്ല വയറുവേദന. ചിലപ്പോൾ ഛർദിലും കാണും, അല്ലെങ്കിൽ ഛർദിലില്ലാതെയും ഈ ലക്ഷണം കാണാം. വയറുവേദന ഛർദിലുണ്ടായിട്ടും ഛർദിലില്ലാതെയും വയറുവേദന കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകും. പിന്നെ ജന്നി രോഗം വരാം. അതായത് ജന്നി നിങ്ങൾക്ക് മുമ്പ് വന്നിട്ടില്ല എങ്കിൽ, വന്ന വ്യക്തികളിൽ ഒരുപക്ഷെ ജന്നി വരുന്നത് ഈ കാരണം കൊണ്ട് ആവണമെന്നില്ല. പക്ഷേ ഇന്നേ വരെ വന്നിട്ടില്ലാത്ത ഒരാൾക്ക് ജന്നി വരികയാണ് എങ്കിൽ സൂക്ഷിക്കുക. അതിനോടൊപ്പം ഛർദിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്, ചിലപ്പോൾ ഛർദിലില്ലാതെയും വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിഭയങ്കരമായ കഠിനമായ തലവേദന, നിർത്താതെയുള്ള തലവേദന. ചില തലവേദനകൾക്ക് ഛർദിലുണ്ടാകാം, ചിലതിന് ഛർദിൽ ഉണ്ടാവാതിരിക്കാം. പക്ഷേ തലവേദന, കണ്ടിന്യൂസ് ആയിട്ടുള്ള തലവേദനയും ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ വീക്ക്നെസ് ആൻഡ് പാരാലിസിസ് ഓഫ് ലിംസ്, അതായത് കൈകൾക്കും കാലുകൾക്കും വളരെ ബലക്കുറവ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ സ്തംഭിച്ചു പോകുന്നത് പോലത്തെ അവസ്ഥ വരിക കൈകൾക്കും കാലുകൾക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗം, ചിലപ്പോൾ മുഖത്ത് തന്നെ ആവാം, മുഖത്തും ഒരു ഭാഗം തളർന്നു പോകുന്നത് പോലെ ആകാം. ഇതും ബ്ലഡ് ക്ലോട്ട് വരുന്നതിൻ്റെ ലക്ഷണമാണ്. പിന്നെ
പെർസിസ്റ്റൻറ്റ് വൊമിറ്റിംഗ്, അതായത് നിരന്തരമായിട്ട് ഛർദ്ദിക്കുക, വേറെ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ലാതെ നിരന്തരമായിട്ട് ഛർദ്ദിക്കുക. അല്ലേ, സാധാരണ നമ്മൾ ഛർദ്ദിക്കുന്നത് ഫുഡ് പോയ്സൺ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം. ഇതങ്ങനെ യാതൊരു ലക്ഷണവുമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഛർദ്ദിക്കുക, ഇതും ഒരു ലക്ഷണമാണ്. അടുത്തത് മെൻ്റൽ സ്റ്റാറ്റസിനെ ബാധിക്കുക, അതായത് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻസ് ആകും, ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ലെവലിലേക്ക് പോകും. ഈ ഒരു സിറ്റുവേഷൻസ് ഇങ്ങനെ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ, വേറെ ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതും ഇതിനൊരു കാരണമാകാം. ഈ മേൽപ്പറഞ്ഞ കാരണങ്ങളാണ് പ്രധാനമായും പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ കോവിഷീൽഡ് വാക്സിൻ എടുത്ത അടുത്ത 20 ദിവസത്തിനകത്ത് ഈ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ബ്ലഡ് ക്ലോട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ വരുന്ന ആൾക്കാരിലെ എണ്ണം കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരിലേ വരുള്ളൂ. 0.61 നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, ഇത് എത്തരക്കാരിൽ വരുമെന്നുള്ളത് നമുക്കറിയത്തില്ല. ആ 0.61 ഇതിൽ നമ്മൾ പെടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ലക്ഷണങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഓർത്ത് വയ്ക്കുക. ഇത് മറ്റുള്ളവരിലേക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്ത് തന്നെയായിരുന്നാലും വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത 20 ദിവസത്തേക്ക് വളരെയധികം ശ്രദ്ധിക്കുക. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുക. നന്ദി, നമസ്കാരം.